പഴയ പാലസ്തീൻ ഭവനങ്ങളിൽ അടുപ്പ് പാതകത്തിൻ്റെ ചൂട് നിലനിർത്താൻ വേണ്ടി അവർ കണ്ടെത്തിയിരുന്നൊരു മാർഗം ഈ അടുപ്പിന് വശങ്ങളിലായിട്ട് ഇങ്ങനെ ഉപ്പ് നിറക്കും. അതിന് മീതെയായിട്ടാണ് ഇങ്ങനെ തറയോട് പാകുക, അല്ലെങ്കിൽ അത് കണക്ക് എന്തെങ്കിലും ഒന്ന് പാകുക. അതുകൊണ്ട് ഇതിൻ്റെ ചൂട് നിലനിൽക്കുക എപ്പോഴും. അതിനകത്ത് വെക്കുന്ന ഭക്ഷണങ്ങൾക്കും ഒക്കെ ഒരു ചൂടുണ്ടാകും. എന്നാൽ കുറേ കഴിയുമ്പോൾ അതിൻ്റെ കാരം നഷ്ടമാകുമ്പോൾ, ഉപ്പിൻ്റെ ഉറ നഷ്ടമായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ മേൽപ്പാളി മാറ്റിയിട്ട് അതിനകത്തുനിന്ന് ഈ ഉപ്പെടുത്തിട്ട് വഴി കൊണ്ടിടും. പിന്നെ അത് കിടക്കുന്നത് ഈ വഴിയുടെ യാത്രക്കാരുടെ ഒറ്റയടി പാതയിലൊക്കെ. അപ്പോൾ ഒരിക്കൽ ഏറ്റവും പരമപ്രധാനമായി ഇരുന്ന ഇടങ്ങളിൽ ഉണ്ടായിരുന്ന ചില വ്യക്തികൾക്ക് അതിൻ്റെ നന്മയും ഭംഗിയും ഒക്കെ കൈവിട്ട് കഴിയുമ്പോൾ പിന്നെയുള്ള ദുരന്തം എന്ന് പറയുന്നത് ആ മനുഷ്യരുടെ മീതെ ഇങ്ങനെ ചവിട്ടേറ്റ് കിടക്കുക എന്നുള്ളത് തന്നെ. അതുകൊണ്ടൊക്കെ ആയിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഇങ്ങനൊരു ആചാരം ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു പബ്ലിക് സ്കാനിൽ നടത്തിയ ഒരു വല്ലാത്തൊരു പൊതുവായൊരു ഉതപ്പിന് കാരണമായൊരു വ്യക്തി ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇതാണ്. സഭയുടെ കൂട്ടായ്മകൾ നടക്കുന്ന ഇടങ്ങളിൽ അയാളിങ്ങനെ പുറത്തെ പടവുകളിൽ കിടക്കും. എന്നിട്ട് അവിടെ വരുന്ന പ്രാർത്ഥനയ്ക്ക് വരുന്ന മനുഷ്യരോട് പറയും, എൻ്റെ മീതെ ചവിട്ടിപ്പോകുക, ഞാനോ കാരമില്ലാത്ത ഉപ്പാണ്.